നമസ്തേ, ഹാപ്പി മാത്സ് അവറിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഈ ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ 1 സെറ്റ്സിൽ എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 8 ഡിസ്കസ് ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ ജോയിന്റ് സെറ്റ്സ്, ഡിസ്ജോയിന്റ് സെറ്റ്സ് ഇൻക്ലൂഡിംഗ് വെൻ ഡയഗ്രാംസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ജോയിന്റ് സെറ്റ്സ് എന്താണ് ജോയിന്റ് സെറ്റ്സ് നോക്കാം. സെറ്റ്സ് ആർ ജോയിന്റ് ഇഫ് their intersection is not an empty set. നമുക്കിപ്പോൾ ഒരു സെറ്റ് എ ഉണ്ട്, സെറ്റ് ബി ഉണ്ട്. സെറ്റ് എക്കും ബിക്കും കോമൺ ആയിട്ട് എലിമെന്റ്സ് ഉണ്ടെങ്കിൽ എയും ബിയും കൂടെ ഇന്റർസെക്ട് ചെയ്യുമല്ലോ. അതായത് കോമൺ ആയിട്ട് എന്തെങ്കിലും എലിമെന്റ് ഉണ്ടെങ്കിൽ എയും ബിയും കൂടെ ഇന്റർസെക്ട് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു നൾ സെറ്റ് എന്ന് പറയാം. അതായത് എ ഇന്റർസെക്ഷൻ ബി ഒരിക്കലും നൾ സെറ്റ് ആവത്തില്ല. അവരുടെ ഇടയിൽ കോമൺ എലിമെന്റ് ഉണ്ട്, അവർ ഇന്റർസെക്ട് ചെയ്തിരിക്കും. അങ്ങനെയുള്ള സെറ്റ്സിനെയാണ് നമ്മൾ ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് എ എടുക്കുക, ഒരു 1 2 എടുക്കുക. സെറ്റ് ബി എടുക്കുക, 2 3 എടുക്കുക. ഇനി ഞാൻ എ ഇന്റർസെക്ഷൻ ബി എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് 2 എന്ന് കിട്ടും. അതായത് എക്കും ബിക്കും ഈ 2 കോമൺ ആയിട്ട് വരും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ആൻഡ് ബി ആർ ജോയിന്റ് സെറ്റ്സ് എന്ന് പറയാം. അതായത് കോമൺ ആയിട്ട് എലിമെന്റ് ഉണ്ടാവും, അവർ ഇന്റർസെക്ട് ചെയ്തിരിക്കും. ഇനി നമുക്ക് അവരുടെ വെൻ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. ഇത് സെറ്റ് എ, ഇത് സെറ്റ് ബി. നോക്കിക്കാൻ അവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. കോമൺ എലിമെന്റ് എന്താണ്? 2 ആണ്. സോ ഇങ്ങനെ ആയിരിക്കും ജോയിന്റ് സെറ്റ്സിന്റെ വെൻ ഡയഗ്രം വരിക. Disjoint sets. Sets are disjoint if their intersection is an empty set. സെറ്റ് എയും സെറ്റ് ബിയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റ്സിനാണ് നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. അതായത് സെറ്റ് എക്കും സെറ്റ് ബിക്കും കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ അതിന്റെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് എന്ന് കിട്ടും. അങ്ങനെയുള്ള സെറ്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് എ ഈക്വൽ ടു 1 2 എടുക്കാം. സെറ്റ് ബി ഈക്വൽ ടു 3 4 എടുക്കാം. നോക്കിക്കേ, സെറ്റ് എക്കും സെറ്റ് ബിക്കും കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നുമില്ല. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി നമുക്ക് എന്ത് കിട്ടും? എ ഇന്റർസെക്ഷൻ ബി നമുക്ക് നൾ സെറ്റ് എന്ന് കിട്ടും. ഇങ്ങനെയുള്ള സെറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ വെൻ ഡയഗ്രം ഒന്ന് നോക്കാം. നോക്കിക്കേ, ഞാൻ ആദ്യം സെറ്റ് എ വരയ്ക്കുവാണ്. സെറ്റ് എയിലെ എലിമെന്റ്സ് എന്തൊക്കെയാണ്? സെറ്റ് എയിലെ എലിമെന്റ്സ് 1ഉം 2ഉം. ഇനി ഞാൻ സെറ്റ് ബി ഒന്ന് വരയ്ക്കുവാണ്. സെറ്റ് ബിയിലെ എലിമെന്റ്സ് 3ഉം 4ഉം. നോക്കിക്കേ, അവർ തമ്മിൽ കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നുമില്ല. സെറ്റ്സ് ഡിസ്ജോയിന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ജോയിന്റ് സെറ്റ്സ് ആണെങ്കിൽ സെറ്റ് എയും ബിയും കൂടെ ഇന്റർസെക്ട് ചെയ്യും. ഡിസ്ജോയിന്റ് സെറ്റ് ആണെങ്കിൽ എയും ബിയും കൂടെ ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഈ ഒരു പോയിന്റ് മാത്രം ഓർമ്മയിൽ വെച്ചാൽ മതി. Question number 8. Which of the following pairs of set are disjoint? First question നോക്കാം. എന്താണ് സെറ്റ് എ? സെറ്റ് എ ഈക്വൽ ടു 1 2 3 4. ഇനി എന്താണ് സെറ്റ് ബി? Set of all x such that x is a natural number and 4 less than or equal to x less than or equal to 6. അപ്പൊ സെറ്റ് ബി എന്താണെന്ന് നമുക്ക് നോക്കാം. സെറ്റ് ബി എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പറും ആണ്. അറ്റ് ദ സെയിം ടൈം അവർ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അതായത് 4നും 6നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്. ഇവിടെ നോക്കിക്കേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് കൊണ്ട് ആ സെറ്റിൽ 4 ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് ആ സെറ്റിൽ 6ഉം ഇൻക്ലൂഡഡ് ആണ്. സോ ആ സെറ്റ്സിലെ എലിമെന്റ്സ് എന്തൊക്കെയാണെന്ന് എഴുതാം. 4 5 6. ഇനി നമുക്ക് എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് നോക്കാം. സെറ്റ് എയും സെറ്റ് ബിയും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. ഈ 4 എന്ന് പറഞ്ഞ എലിമെന്റ് എക്കും ബിക്കും കോമൺ ആണ്. സോ എ ഇന്റർസെക്ഷൻ ബി നമുക്ക് 4 എന്ന് കിട്ടും. സോ എ ഇന്റർസെക്ഷൻ ബി 4 എന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ആൻഡ് ബി ആർ ജോയിന്റ് സെറ്റ്സ്. എയും ബിയും എന്താണ്? ജോയിന്റ് സെറ്റ്സ് ആണ്. നമ്മൾ അതിന്റെ വെൻ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 എന്ന് പറഞ്ഞ എലിമെന്റ് രണ്ടിടത്തും കോമൺ ആണ്. സോ ഇന്റർസെക്ട് ചെയ്യുന്നതുകൊണ്ട് അത് 4 നമുക്ക് ഇവിടെ എഴുതാം. എയിലെ ബാക്കി എലിമെന്റ്സ് 1 2 3, ബിയിലെ ബാക്കി എലിമെന്റ്സ് 5ഉം 6ഉം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജോയിന്റ് സെറ്റ് എന്നാണ് ആൻസർ കിട്ടുക.
Question number 8 second question നോക്കാം. Set A equal to set A E I O U and set B equal to C D E F. ഇനി ഇവരുടെ ഇടയിൽ കോമൺ എലിമെന്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. ദാ E എന്ന് പറയുന്ന എലിമെന്റ് എക്കും ബിക്കും കോമൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു സെറ്റ് E. അതായത് എയും ബിയും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ ജോയിന്റ് സെറ്റ്. നമുക്കൊന്ന് വെൻ ഡയഗ്രാം കൂടെ വരച്ചു നോക്കിയേക്കാം. എയും ബിയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇ എന്ന് പറഞ്ഞ എലിമെന്റ് രണ്ടിടത്തും കോമൺ ആണ്. എയിലെ ബാക്കി എലിമെന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇനിയും ബിയിലെ ബാക്കി എലിമെന്റ്സ് കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇതാണ് അതിന്റെ വെൻ ഡയഗ്രാം. സോ ആൻസർ എന്താണ്? എ ആൻഡ് ബി ജോയിന്റ് സെറ്റ് ആണ്. Question number 8 third question നോക്കാം. Set A is set of even integers and set B is set of odd integers. Integers എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സും അതിലുണ്ടാവും, നെഗറ്റീവ് നമ്പേഴ്സും അതിലുണ്ടാവും. സെറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ ഇന്റിജേഴ്സിന്റെ സെറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സും ഉണ്ടാവും, പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സും ഉണ്ടാവും. ആദ്യം നമുക്ക് സെറ്റ് എ എഴുതാം. സെറ്റ് എ ഈക്വൽ ടു സ്റ്റാർട്ടിംഗ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ആദ്യം എഴുതി കൊടുക്കാം. -8, -6, -4, -2, 0, 2, 4, 6, 8 ഇറ്റ് ഗോസ് ഓൺ. ഇനി എന്താണ് സെറ്റ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്? ഓഡ് ഇന്റിജേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ സെറ്റ് ബിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സും ഉണ്ടാകും, നെഗറ്റീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സും ഉണ്ടാകും. നമുക്കപ്പം അതിന്റെ സെറ്റ് ഒന്ന് എഴുതി കൊടുത്തു നോക്കാം. സ്റ്റാർട്ടിംഗ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി നമുക്ക് എന്തൊക്കെ എഴുതാം? ആദ്യം നമുക്ക് നെഗറ്റീവ് ഓഡ് ഇന്റിജേഴ്സ് എഴുതി കൊടുക്കാം. ഒരു -7, -5, -3, -1, 1, 3, 5, 7 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോകും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എയും ബിയും ജോയിന്റ് ആണോ ഡിസ്ജോയിന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. എ എന്ന് പറഞ്ഞാൽ ഈവൻ ഇന്റിജേഴ്സിന്റെ സെറ്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ ഓഡ് ഇന്റിജേഴ്സിന്റെ സെറ്റ് ആണ്. എക്കും ബിക്കും നമുക്ക് കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നും കിട്ടത്തില്ല. കാര്യം എ ഈവൻ നമ്പറും ബി ഓഡ് നമ്പറും ആണ്. അപ്പൊ കോമൺ ആയിട്ട് എലിമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് എന്ന് പറയാം. എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെങ്കിൽ സെറ്റ്സ് എന്തായിരിക്കും? ഡിസ്ജോയിന്റ് ആയിരിക്കും. സോ ക്വസ്റ്റ്യൻ നമ്പർ 8 തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്നാണ്. ദിസ് ഇസ് എ ഡിസ്ജോയിന്റ് സെറ്റ്. ഇനി നമ്മൾ അതിന്റെ വെൻ ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഓഡ് ഇന്റിജേഴ്സിനും ഈവൻ ഇന്റിജേഴ്സിന്റെയും സെറ്റ് വരച്ചു നോക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ കോമൺ എലിമെന്റ്സ് ഒന്നും ഇല്ലല്ലോ. സോ ഇത് നമ്മുടെ സെറ്റ് എ ആയിരിക്കും, ഇത് സെറ്റ് ബി ആയിരിക്കും. ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.